ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം 18 തീയതി പഞ്ചമിയാണ്. പഞ്ചമി ദിനത്തിൽ എങ്ങനെ ഭഗവതിയെ പ്രാർത്ഥിക്കണമെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതെല്ലാവരും കേൾക്കണം, അതുപോലെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും. ഇന്ന് പറയാൻ പോകുന്നത് 2025 ഏപ്രിൽ മാസം 19 തീയതി ശനിയാഴ്ച. അന്ന് ഷഷ്ടിയാണ്. ഒരു മാസത്തിൽ 2 ഷഷ്ടി വരാറുണ്ട്. ശുക്ലപക്ഷ ഷഷ്ടിയും കൃഷ്ണപക്ഷ ഷഷ്ടിയും. സാധാരണ കേരളത്തിൽ ശുക്ലപക്ഷ ഷഷ്ടിയാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഷഷ്ടിവ്രതമായിട്ട് ആചരിക്കുന്നത്. അതായത് മാസത്തിൽ ഒരു ഷഷ്ടി എടുക്കുന്ന ആളുകൾ കാണും. അവർ സാധാരണ ശുക്ലപക്ഷ ഷഷ്ടിയാണ് എടുക്കുന്നത്. കാരണം ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസമാണ് ഷഷ്ടിയായിട്ട് ആചരിക്കുന്നത്. പക്ഷേ നമ്മൾ സ്ത്രീകൾക്ക് ഈ പീരീഡ്സൊക്കെ ആകുന്നത് കൊണ്ട് എല്ലാ മാസവും കറക്റ്റായിട്ട് ഈ ശുക്ലപക്ഷ ഷഷ്ടി എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും. അങ്ങനെയുള്ളവർക്ക് മാസത്തിൽ ഒരു ഷഷ്ടി എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾ, ഒരു ഷഷ്ടിയെങ്കിലും ആ ഒരു വ്രത രീതിയിൽ, അതായത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ പോലും വ്രതനിഷ്ഠയിൽ നമുക്കിരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് പീരീഡ്സ് ആയിരിക്കുമ്പോഴും ചെയ്യാം. പക്ഷേ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് ഷഷ്ടി എടുക്കണം എന്നുദ്ദേശിക്കുന്ന ആളുകൾ മാസത്തിൽ ഏതെങ്കിലും ഒരു ഷഷ്ടി അവരവർക്ക് സാധിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി എടുക്കുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ശനിയാഴ്ച ഷഷ്ടിവ്രതമായിട്ട് എടുക്കാവുന്നതാണ്. അതല്ല, ഷഷ്ടിവ്രതം പുതുതായി ആർക്കെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ശനിയാഴ്ച മുതൽ ഷഷ്ടിവ്രതം എടുത്തു തുടങ്ങാം. നമ്മുടെ ഇഷ്ടം എങ്ങനെ വേണം എന്നുള്ളത്. ഷഷ്ടിവ്രതം എടുക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏകാദശി വ്രതത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ തന്നെ ഷഷ്ടിവ്രതത്തിനും പ്രാധാന്യം കൊടുക്കണം. ഏകാദശി വ്രതം നമുക്ക് പലപ്പോഴും മോക്ഷത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമ്മുടെ പാപങ്ങളെല്ലാം നശിച്ച് ഇനി ഈ ക്ലേശകരമായ ഭൂമിയിൽ വന്ന് ജനിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ വീണ്ടും ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്, അതായത് ഭഗവാനോട് അടുക്കുന്നതിന് വേണ്ടിയിട്ടും മോക്ഷത്തിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏകാദശി വ്രതം എടുക്കുന്നത്. പക്ഷേ മനുഷ്യരല്ലേ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളൊക്കെ കാണും. നമ്മുടെ തലയിലെഴുത്തുകൊണ്ട് നമുക്ക് നിത്യ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കാണും. കുടുംബദോഷങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കാണും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആ ദുരിതങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ട് വേലായുധ സ്വാമിക്ക് പ്രത്യേകമായ കഴിവുണ്ട്. കാരണം അദ്ദേഹം ജ്യോതിഷിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ ഇന്നതൊക്കെ അനുഭവിക്കണം എന്ന് എഴുതി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരുത്തുന്നതിനും അദ്ദേഹത്തിന് അപാരമായ ശക്തിയുണ്ട്. അതുകൊണ്ട് ഭഗവാനെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരമില്ല എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന പ്രശ്നങ്ങൾ പോലും ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് കുറേശ്ശെ ആ പ്രശ്നത്തിൻ്റെ കാഠിന്യമൊക്കെ മാറി നമുക്ക് ഒരു സ്വസ്ഥത ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്. സാധാരണ അമ്മമാരൊക്കെ, അച്ഛന്മാരും അമ്മമാരും ഒക്കെ മക്കളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഷഷ്ടിവ്രതം എടുക്കാറുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ ചുറ്റുപാടും എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത്. അതിലൊന്നും ചെന്ന് പെടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിനായിട്ട് മാതാപിതാക്കൾ നിർബന്ധമായും ഷഷ്ടിവ്രതം എടുക്കണം. ഇപ്പം എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാണും. പക്ഷേ ഇവർക്കൊരു കുഴപ്പവും കാണില്ല. പക്ഷെ അവരെ കുഴിയിൽ ചാടിക്കാനും മറ്റുള്ളവർ കാണും. കാലം അതാണ്. നമ്മൾ വളരെ സ്വസ്ഥമായി വണ്ടി ഓടിച്ച് പോവുകയായിരിക്കും, എല്ലാ ട്രാഫിക് റൂൾസും ഒക്കെ പാലിച്ചിട്ട്. പക്ഷേ എതിരെ ഒരുത്തൻ എല്ലാം തെറ്റിച്ച് വന്നാലോ, നമുക്കും അത് അപകടമാവില്ലേ? അതുപോലെയാണ് ജീവിതവും. നമ്മൾ വളരെ നല്ല കുട്ടിയായിരിക്കും, പക്ഷേ ആപത്ത് ഏത് വഴിയിൽ കൂടെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ആപത്തും വരാതിരിക്കുന്നതിന് വേണ്ടി വേലായുധ സ്വാമിയെ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്, പ്രത്യേകിച്ച് ഷഷ്ഠി ദിവസങ്ങളിൽ. അപ്പോൾ ഇനി വ്രതമായിട്ട് നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ പോലും ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേലായുധ സ്വാമിയെ മുറുക്ക വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളൂ. മുരുക ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്യുത്തമമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഇന്ന് നമ്മൾ ഭഗവാന്റെ മുരുകസ്വാമിയുടെ വാഹനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വാഹനമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, എന്താണ്? മയിലാണ്. എല്ലാ ദേവന്മാർക്കും ഓരോരോ വാഹനങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കലിയുഗ വരദനാണ് ആരെന്ന് പറയുന്നത്? അറുമുഖൻ. അറുമുഖന് മയിൽ, ആട്, ആന എന്നിങ്ങനെ പലതരത്തിലുള്ള വാഹനങ്ങളും വിധിക്കപ്പെട്ട് കാണുന്നുണ്ടെങ്കിലും മഹാദേവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് മയിലിനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവേന്ദ്രൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മയിലിനെ പരിപാടൽ എന്ന ഒരു പുരാണമുണ്ട്. പരിപാടൽ. ആ പുരാണത്തിൽ ദേവേന്ദ്രൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മയിലിനെ വർണ്ണിച്ചിരിക്കുന്നത്. ശൂരപത്മാസുരനുമായി ഭഗവാൻ വേലായുധ സ്വാമി യുദ്ധം ചെയ്തപ്പോൾ ദേവേന്ദ്രൻ മയിലിൻ്റെ രൂപം പ്രാപിച്ച് ഭഗവാന്റെ വാഹനമായി വന്നു എന്നാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. അതായത് ആ സമയത്ത് മയിൽ രൂപം പൂണ്ടിരുന്നത് സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെയാണ് എന്നാണ് സ്കന്ദപുരാണത്തിലും വർണ്ണിച്ചിരിക്കുന്നത്. ശൂരപത്മാസുരൻ എന്ന ചൂതവൃക്ഷം, അദ്ദേഹം ചൂതവൃക്ഷമായിട്ട് യുദ്ധം ചെയ്ത കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ഷഷ്ഠി ദിവസങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്കന്ദഷഷ്ഠി സമയങ്ങളിൽ നമ്മൾ സ്കന്ദപുരാണം പഠിച്ച ആളുകൾക്കൊക്കെ മനസ്സിലാകും അദ്ദേഹം ചൂതവൃക്ഷം ആയിട്ട് വന്ന കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ശൂരപത്മാസുരൻ എന്ന ചൂതവൃക്ഷത്തെ വേലായുധം പ്രയോഗിച്ച് അറുമുഖദേവൻ രണ്ടായി പിളർന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? അവയിൽ മയിലായി മാറി പറന്നു വന്ന ഒരു ഭാഗത്തെ ഭഗവാൻ തൻ്റെ വാഹനമായി സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട്. അതുപോലെ ശക്തി എന്ന് പറയുന്ന പാമ്പിനെ മയിൽ കൊത്തിയെടുത്തുകൊണ്ട് നിൽക്കുന്നതിനാൽ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു പാമ്പിനെ ഇങ്ങനെ ചവിട്ടി കൊത്തി നിൽക്കുന്ന ആ മയിലിൻ്റെ രൂപം. അങ്ങനെ ശക്തി എന്ന പാമ്പിനെ മയിൽ കൊത്തിയെടുത്തുകൊണ്ട് നിൽക്കുന്നതിനാൽ മയിലിനെ മഹാശക്തി എന്നും വിളിക്കുന്നു എന്നും പുരാണത്തിൽ പറയുന്നു. അങ്ങനെ അപ്രകാരം മഹാശക്തി ആർജിച്ച മയിലിനെ അമർച്ച ചെയ്ത് തൻ്റെ ഇഷ്ടവാഹനമാക്കിയ അറുമുഖദേവൻ്റെ അത്ഭുത ശക്തിയെപ്പറ്റി ആർക്കാണ് പറയാൻ സാധിക്കുന്നത്? കാരണം ഈ ശക്തി എന്ന പാമ്പിനെ അടിച്ചമർത്തുകയാണ് ആര്? വേലായുധ സ്വാമി. ആ മയിലിന് ആ സമയത്ത് ഭയങ്കരമായ ഒരു അഹങ്കാരം ഉണ്ടാകുന്നു. ആ അഹങ്കാരം പൂണ്ടു നിന്ന ആ മയിലിൻ്റെ അഹങ്കാരം അമർച്ച ചെയ്ത് തൻ്റെ വാഹനമാക്കി ഭഗവാൻ മാറ്റി എന്നാണ് പറയുന്നത്. അതുപോലെ ഭഗവാൻ അറുമുഖദേവൻ മയിലിനെ അമർച്ച ചെയ്തു എന്ന് പറയുന്നത് അഹങ്കാരമെന്ന ദുർവികാരം ശമിപ്പിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നും പുരാണങ്ങളിൽ പറയുന്നു. അതുപോലെ ശരവണപ്പൊയ്കയിലാണ് ഭഗവാൻ ജനിച്ചത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ശരവണപ്പൊയ്കയിലെ താമരപ്പൂവിനുള്ളിൽ ഉണ്ണിമുരുകൻ ഉപവിഷ്ടനായിരുന്നപ്പോൾ ആ ബാലകനെ പരിചരിക്കുന്നതിനായി ദേവന്മാർ കാർത്തിക മംഗമാരെ നിയോഗിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കാർത്തിക മംഗമാർ 6 പേരുണ്ട്. ആ 6 പേരും ചേർന്ന് താലോലിച്ച് വളർത്തിയത് കൊണ്ടാണ് ആ കുഞ്ഞു ബാലന് കാർത്തികേയൻ എന്ന നാമം സിദ്ധിച്ചത്. അങ്ങനെ കാർത്തിക നാളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന് തൻ്റെ വളർത്തമ്മമാരായ കാർത്തികമാർക്ക് ഭഗവാൻ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷഷ്ഠി ദിവസം മാത്രമല്ല, എല്ലാ മാസവും കാർത്തിക നക്ഷത്ര ദിവസം നിങ്ങൾ ഭഗവാനെ ഭജിക്കുന്നത്, വ്രതമെടുത്ത് ഭജിക്കുന്നത് അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. ഈ കാർത്തികേയ വിഗ്രഹത്തിന് 6 തിരുമുഖങ്ങളാണ് ഉള്ളത്.
നമുക്കിവിടെ സാധാരണയായിട്ട് അങ്ങനെയുള്ള രൂപത്തിലുള്ള വേലായുധ സ്വാമിയുടെ പ്രതിഷ്ഠകൾ വളരെ കുറവാണ്. കുംഭകോണത്തിൽ അങ്ങനെയൊരു വിഗ്രഹം, ഭഗവാന്റെ ക്ഷേത്രമുണ്ട് കുംഭകോണത്തിൽ. അവിടെ ഈ കാർത്തികേയ രൂപത്തിലാണ്, അതായത് 6 മുഖങ്ങളോട് കൂടിയ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് കുംഭകോണത്തിലുള്ള ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല. സ്കന്ദപുരാണം പഠിച്ചപ്പോൾ അതിൽ എഴുതിയിരുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, കാർത്തിക നക്ഷത്രത്തിൽ പെട്ട ആളുകൾ നിർബന്ധമായും ഈ കുംഭകോണത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ ഒന്ന് പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്കൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കും എന്നും പറയുന്നു. എന്തു തന്നെയായാലും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ പരിഹാരം നേടുന്നതിനായിട്ട് വേലായുധ സ്വാമിയെ ഭജിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിയുമെങ്കിൽ പഴനി ക്ഷേത്ര ദർശനം നടത്തുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. വർഷത്തിലൊരിക്കലെങ്കിലും പഴനിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. നമുക്ക് വ്രതമായി എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഈ ഷഷ്ഠി ദിവസങ്ങളിലും കാർത്തിക ദിവസങ്ങളിലുമൊക്കെ തന്നെ വേലായുധ സ്വാമിയെ ഭജിക്കുന്നത് അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. നാമജപം നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.